أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. My respected parents, CEO Irshad Muallim, Muallimamar and my dearest children, Assalamu alaikum wa rahmatullahi wa barakatuh. എല്ലാ വർഷവും പോലെ ഈ വർഷവും അൽഹംദുലില്ലാ തൻസീൽ പ്രോഗ്രാമിന് വേണ്ടി വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ ഇത്തവണ ഇറ്റ് വാസ് എക്സ്ട്രാ സ്പെഷ്യൽ കാരണം എൻ്റെ മോൻ അൽഹംദുലില്ലാ നാളെ എൻ്റെ 2-year കോഴ്സ് കഴിഞ്ഞ് ഹി വാസ് ഗ്രാജുവേറ്റിംഗ്. ബട്ട് എന്നിട്ട് പോലും ഇങ്ങനൊരു അവസരം കിട്ടും വേർ ഐ ക്യാൻ ആക്ച്വലി നിങ്ങൾ പേരൻസിനോട് സംസാരിക്കാൻ പറ്റും, അതുപോലെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അൽഹംദുലില്ലാ. ഒരു ഉമ്മ എന്ന രീതിയിൽ ഐ ഹാവ് 3 boys, എനിക്ക് 3 ആമക്കളാണ്. One thing എൻ്റെ ഹസ്ബൻഡും ഞാനും വളരെ something that was very important to us, that മക്കൾ ഖുർആൻ അവരെ ചുറ്റുവട്ടത്തുണ്ടായിട്ട് ഖുർആൻ should be there in their surroundings. That was very important for us. ഖുർആൻ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് അവരെ ചുറ്റുവട്ടത്ത് ഉണ്ടാവണം. That was one thing that was very important to both of us. അൽഹംദുലില്ലാ ആദ്യത്തെ മോന് 3 years ആയപ്പോൾ തന്നെ നമ്മൾ അപ്പം നിന്നിരുന്ന സ്ഥലം അൽഹംദുലില്ലാ ഒരു ഇസ്ലാമിക് ഖുറാനിക് പ്രീ സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു. സോ അൽഹംദുലില്ലാ അവൻ അവിടെ പോയി ഖുർആൻ ഓതി പഠിക്കാനും അതുപോലെ തന്നെ സ്കൂൾ കണ്ടിന്യൂ ചെയ്യാനും പറ്റി അൽഹംദുലില്ലാ. സെക്കൻഡ് മോൻ യൂസുഫ് ഫസ്റ്റ് ഇയർ അവിടെ സ്കൂളിൽ പോയി അൽഹംദുലില്ലാ. ആ സമയത്ത് നമ്മൾ സ്വന്തം വീട് വെക്കുകയും ആൻഡ് വി ഷിഫ്റ്റഡ്, നമ്മൾ വീട് മാറി. സോ നമ്മൾ പുതിയതായിട്ട് വീടെടുത്ത സ്ഥലത്ത് there was no school where നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ പ്ലസ് ഖുർആൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി which I was happy with, which we were happy with. നമുക്ക് ഇഷ്ടമായ ഒരു രീതിയിൽ ഉണ്ടായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. സോ വി വർ വെരി കൺഫ്യൂസ്ഡ് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. ബിക്കോസ് ഈ ഒരു കാര്യത്തിൽ വി വർ നോട്ട് റെഡി ടു കോംപ്രമൈസ്. സ്കൂൾ കോംപ്രമൈസ് ചെയ്താലും വി വർ നോട്ട് റെഡി ടു കോംപ്രമൈസ് ഓൺ ദ ഫാക്ട് ദാറ്റ് അവർ ചുറ്റടുത്ത് ഖുർആൻ ഉണ്ടാവണം. ഇപ്പോഴേ ഹാഫിലത്ത് ആവുക ദാറ്റ് വാസ് നോട്ട് അറിയാം, ബട്ട് അവർക്ക് ഇൻ ആൻഡ് അറൗണ്ട് ദെയർ ഖുർആൻ ഉണ്ടാവണം. ദാറ്റ് വാസ് വാട്ട് വി വാണ്ടഡ്. സോ ആ സമയത്താണ്, ബൈ ദ ടൈം ഞാൻ ഓൾറെഡി TQL സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ആ സമയത്താണ് നാളത്തിൽ ഖുർആനിൻ്റെ ആഡ് കാണുന്നത്. ഓണസ്റ്റ്ലി അസ്തഗ്ഫിറുല്ലാ, അറ്റ് ദാറ്റ് പോയിന്റ് ഓൺലൈനിൽ ഇത് നടക്കുമോ വാസ് വൺ ക്വസ്റ്റ്യൻ. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് മോന് ഓഫ്ലൈനിൽ പോയിട്ടാണ് പഠിച്ചത് ആൻഡ് അവൻ 3 years കൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കി. ഹി യൂസ് ടു റിസൈറ്റ് അൽഹംദുലില്ലാ പ്രിറ്റി വെൽ. സോ ഓൺലൈനിൽ ഇത് നടക്കുമോ എന്നായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഐ വാസ് പ്രഗ്നൻറ്റ് വിത്ത് മൈ 3rd child. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആകുമ്പോൾ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വൺ തിങ് ഏറ്റവും നമുക്ക് നിർബന്ധമുള്ളത് ഉമ്മ ഹാസ് ടു സിറ്റ് വിത്ത് ദ കിഡ് അല്ലേ, കുട്ടീൻ്റെ കൂടെ ഉമ്മ ഇരിക്കണം. ആൻഡ് നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, ആസ് ഇൻ ലൈക്ക് എൻ്റെ ഹസ്ബൻഡും ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. സോ കുട്ടീൻ്റെ കൂടെ ഒരു പേരൻറ്റ് ഇരിക്കുക വാസ് നോട്ട് എൻ ഓപ്ഷൻ ഫോർ അസ്. സോ ഇത് നടക്കുമോ? ഐ വാസ് ലൈക്ക് എന്തായാലും മറ്റേ മോൻ പഠിച്ചത്ര പെർഫെക്റ്റ് ആയിട്ട് അവൻ പഠിക്കാൻ പറ്റില്ല, അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. അസ്തഗ്ഫിറുല്ലാ. ബട്ട് ദാറ്റ് വാസ് ആസ് എ മോം, ആസ് എ പേരൻറ്റ്, ആ ആഡ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഫസ്റ്റ് കൺസെപ്റ്റ് അതായിരുന്നു. ബട്ട് ദെൻ എന്തെങ്കിലുമൊക്കെ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് അല്ലേ, എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അവനെ ഞാനൊരു രീതിയിലും നിർബന്ധിക്കില്ല. ഖുർആൻ എങ്ങനെയെങ്കിലുമൊക്കെ അവൻ എൻ്റെ അടുത്ത് അവൻ്റെ ചുറ്റും ഉണ്ടായിക്കോട്ടെ എന്നൊരു ആഗ്രഹത്തിൽ, ഒരു പ്രതീക്ഷയില്ലാണ്ട്, വെരി ഓണസ്റ്റ്ലി സെയിങ്, ഒരു പ്രതീക്ഷയില്ലാണ്ട് ഞാൻ എൻ്റെ മോനെ നാളത്തിൽ ഖുർആനിൽ ചേർക്കുന്നത്. ലെറ്റ് മീ ടെൽ യു, ആസ് എ TQ സ്റ്റുഡൻറ്റ്, TQ നിസാ സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ഐ എം വെരി ഹാപ്പി വിത്ത് ദ സിസ്റ്റത്തിൽ വളരെ വളരെ നല്ല രീതിയിൽ പോകുന്നതാണ്. ബട്ട് ബിക്കോസ് എൻ്റെ ഫോൾട്ട്, ബിക്കോസ് അവൻ്റെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റൂല എന്നൊരു കാരണത്താൽ ഇത് നടക്കുമോ ഇല്ലയോ എന്ന് ഐ വാസ് ഡൗട്ട്ഫുൾ. ബട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ നാളത്തിൽ ഖുർആൻ ജോയിൻ ചെയ്തതിന് ശേഷം ആസ് എ പേരൻറ്റ് ഞാൻ ചെയ്തത് 2 കാര്യം. വൺ വാസ്, അവൻ്റെതായ ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസ് ഉണ്ടായിരുന്നു. അതായത് ക്ലാസ് നടക്കുമ്പോൾ അവിടെ ഇരിക്കണം, ഫ്രീ ഓഫ് ഡിസ്ട്രാക്ഷൻസ്. അവൻ്റെ ബ്രദേഴ്സ് ഉള്ളിടത്ത് ഏരിയയിൽ അവനെ ഇരുത്തില്ല, അവൻ്റെ ബ്രദേഴ്സ് അവൻ്റെ അടുത്ത് പോകണം. ഇറ്റ് ഷുഡ് ബി സൈലൻറ്റ്. അവൻ്റെ ഹെഡ്ഫോൺസ് കൊടുത്തിട്ടായിരുന്നു ക്ലാസ് കേൾക്കാറ്. ആ ക്ലാസ്സിൽ 2 years, ഈ 2 yearsൽ ഒരു ക്ലാസ് പോലും പൂർണ്ണമായി ഞാൻ കേട്ടിട്ടില്ല. ഐ എം സാഡ് അബൌട്ട് ഇറ്റ്, കാരണം എനിക്ക് ആ നോളജ് മിസ്സായി. പക്ഷേ ദാറ്റ് വാസ് മൈ സിറ്റുവേഷൻ. ബട്ട് വാട്ട് ഐ കുഡ് ഡു, എനിക്ക് ചെയ്യാൻ പറ്റിയത് വാസ് അവന് ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ടൊരു എൻവയൺമെൻറ്റിൽ ഇരുത്തുക. അൽഹംദുലില്ലാ. ബട്ട് ഐ തിങ്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വാട്ട് ഐ കുഡ് ഡു ഫോർ മൈ ചൈൽഡ്, ആൻഡ് ഐ തിങ്ക് അതാണ് വർക്ക് ചെയ്തത്, ദാറ്റ് ഈസ് ഫോളോ ദ റൂൾസ് 100%. അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ട് അൽഹംദുലില്ലാ ദാറ്റ് വാസ് വൺ തിങ് ദാറ്റ് ആസ് എ മോം, ഒരു ഉമ്മ എന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് വാസ് അൽഹംദുലില്ലാ ദാറ്റ്. എല്ലാ ദിവസവും മോനെ നീ 20 minutes ഇരുന്നോ ഇല്ലയോ, മോനെ ഹോംവർക്ക് ചെയ്തോ ഇല്ലയോ, മോനെ ജുസുലസൻ ചെയ്യാനുണ്ട് ചെയ്തോ ഇല്ലയോ. നമ്മൾ ഫോണിൽ 2 അലാം ഉണ്ട്. 1 അലാം ഇസ് അറ്റ് 7:45, പിന്നെ ഒരു 9:45 ഒരു അലാം ഉണ്ട്, പിന്നെ മോർണിംഗ് 5:30 ഒരു അലാം ഉണ്ട്. 7:45 മോനെ 20 minutes ചെയ്യേണ്ടതെന്ന് ഓർമ്മിപ്പിക്കലാണ്. 9:45 സലാ കാർഡ് ഇടാനുള്ള എനിക്ക് ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ തന്നെയാണ് അലാമിൻ്റെ പേര്. പുട്ട് യൂസുഫ്സ് കാർഡ് എന്ന് പറഞ്ഞിട്ടാണ് അലാം.
പിന്നെ മോർണിംഗ് 5:30 ഇൻ കേസ് ഉറങ്ങിപ്പോയി മറന്നാൽ മോർണിംഗ് വരാണ്ടിരിക്കാൻ രാവിലെ ടീച്ചർമാർ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇട്ടാൽ അറ്റ്ലീസ്റ്റ് ലേറ്റ് അല്ലേ കിട്ടൂ എന്നുള്ളൊരെല്ലാം. സോ വാട്ട് വി ഡിഡ് വാസ് ആ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഓരോ പ്രാവശ്യം അവൻ എക്സാം നടക്കുമ്പം ബാക്കിൽ ഞാൻ ഹൈഡ് ചെയ്തൊന്ന് നോക്കുകയായിരുന്നു. ബിക്കോസ് ഇവൻ എന്താ പഠിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അൽഹംദുലില്ലാഹ് അവൻ ആൻസേഴ്സ് പറയുമ്പം ഐ ഹാവ് ഫെൽറ്റ് അങ്ങനെയല്ല ഈ സിസ്റ്റത്തിൻ്റെ ആ ഒരു സിസ്റ്റമാറ്റിക് വേ അതിൻ്റെ ആ സക്സസ് അൽഹംദുലില്ലാഹ്. 2 years ശേഷം അവന് ഖുർആൻ നോക്കി ഓതുമ്പോൾ പിറക്കിയിട്ടാണെങ്കിൽ അവൻ ഓതുമ്പം ഐ ഹാവ് ഫെൽറ്റ് അൽഹംദുലില്ലാഹ് അവന് എങ്ങനെ ഇത് ചെയ്തു ഇസ് ബിക്കോസ് ഓഫ് ദ സിസ്റ്റം അൽഹംദുലില്ലാഹ്. ബിക്കോസ് ഞാൻ ആസ് എ മോം ഐ ഹാവൻ ടേക്കൺ എനി എഫേർട്ട്. അത് എൻ്റെ സിറ്റുവേഷൻ കാരണം. ഐ ഷുഡ് ഹാവ്, ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ ബെറ്റർ. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ കാരണം ഞാൻ എഫേർട്ട് ഇട്ടിട്ടില്ല. ബട്ട് ബിക്കോസ് വി ഫോളോഡ് ദറ്റ് സിസ്റ്റം, ആ തന്ന സിസ്റ്റം പെർഫെക്റ്റ്ലി ഫോളോ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് വിത്ത് അള്ളാഹ്സ് ബ്ലെസ്സിങ്, ഇമ്മെൻസ് അള്ളാഹ്സ് ബ്ലെസ്സിങ്സ്, ഈ 2 years ശേഷം ഖുർആൻ അൽഹംദുലില്ലാഹ് നോക്കി പറക്കി ഓതുന്നുണ്ട് അൽഹംദുലില്ലാഹ്. സോ എൻ്റെ അഭിപ്രായത്തിൽ ദ ഹോൾ സിസ്റ്റം ഓഫ് നാലത്തുൽ ഖുർആൻ ശരിക്കും പറഞ്ഞാൽ ഒരാൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഈ നാലത്തുൽ ഖുർആൻ ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയും കുട്ടികളെ ഖുർആൻ നോക്കി ഓതാൻ പഠിപ്പിക്കാം. ഐ ഫീൽ അതൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ്. ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തിൽ ഐസ് പീസ് ഇപ്പോൾ ദ മൗണ്ടൻസ് ഉണ്ടോ അപ്പോൾ പറയുന്നത് നമ്മൾ അതിൻ്റെ ടിപ്പ് മാത്രമേ കാണൂ, അതിൻ്റെ അടിയിൽ കുറേ ഉണ്ട് പക്ഷെ അത് നമ്മൾ കാണില്ല. ഐ ഫീൽ ഈ നാലത്തുൽ ഖുർആൻ അതുപോലത്തെ ഒരു കോഴ്സാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. ബിക്കോസ് നമ്മൾ കാണുമ്പോൾ വി തിങ്ക് കുട്ടികളെ നോക്കി ഓതാൻ പഠിപ്പിക്കുന്നു. ബട്ട് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഖുർആൻ നോക്കി ഓതാൻ എന്തിനാ ഇപ്പോഴേ പഠിപ്പിക്കാം, നമ്മളൊക്കെ പഠിച്ചാൽ കുറച്ച് വലുതായിട്ട് പഠിച്ചാൽ പോരെ, എന്തിനാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എക്സ്ട്രാ സ്ട്രെസ് ആയിട്ട്, അങ്ങനെ കുറേ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് നമ്മൾ ഈ മക്കൾക്ക് ഈ ഒരു ഏജിൽ, ഈ 3, 4 വയസ്സ് 5 വയസ്സുള്ള ആ ഏജിൽ മക്കളെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ചെയ്യാത്ത ആ ഒരു ഏജിൽ അവരുടെ ബ്രെയിൻ സ്റ്റിൽ വയേർഡായിട്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യങ്ങളും സ്പോഞ്ച് പോലെ അബ്സോർബ് ചെയ്യുന്ന ആ ഏജിൽ നമ്മൾ ഈ ഖുർആൻ അവർ മക്കൾക്ക് കൊടുക്കുമ്പോൾ വാട്ട് വി ആർ ഡൂയിങ് ഈസ് നമ്മൾ ഈ മക്കൾക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ മക്കൾക്ക് അവരെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവരെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് പോയിന്റ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ എൻഷുർ ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് ഈ മക്കൾക്ക് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഷീൽഡ് കൊടുക്കുന്ന പോലെ അവർക്ക് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വലിക്കുമ്പോൾ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ, അതാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഇത്രയും ചെറിയ പ്രായത്തിൽ ഖുർആൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവർ ടീനേജേഴ്സ് ആകുമ്പോൾ അവർക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യുമ്പോൾ ഡ്രഗ്സ് പോലത്തെ കാര്യങ്ങൾ അവർ ചുറ്റുവട്ടത്തുണ്ടാകുമ്പോൾ അവർ വലുതാകുമ്പോൾ ലൈഫിൽ ഇഷ്യൂസ് വരുമ്പോൾ ഈ ഖുർആനിലേക്ക് തിരിയണം എന്ന മെസ്സേജ് അവരുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു ഏജിൽ അവരുടെ ഉള്ളിൽ ഇത് ഇൻഗ്രെയിൻ ആവാൻ വേണ്ടി ഈ ഒരു ഏജിൽ അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാവും. നമുക്കൊക്കെ അറിയാം 6 years നമുക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റിൽ നോട്ട് കംപ്ലീറ്റ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഫുൾ ആയിട്ടില്ല. സോ ഈ ഒരു ഏജിൽ നമ്മളിത് ഇവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കാണ്. വി ആർ മേക്കിംഗ് ഇറ്റ് ലൈക്ക് ഖുർആൻ അവരുടെ ഭാഗമാണ്. ആൻഡ് ഈ ഒരു സ്ട്രിക്റ്റ് സിസ്റ്റത്തിൽ വാട്ട് ദി ആർ ലേണിംഗ് നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ഖുർആൻ ഹിസ് നോ കോംപ്രമൈസ്. നിങ്ങൾ ട്രിപ്പ് പോവുകയാണെങ്കിലും ടൂർ പോവുകയാണെങ്കിലും പുറത്ത് റെസ്റ്റോറൻറ്റിലാണെങ്കിലും TQ ക്ലാസ് 1 hour Tuesday 1 hour ക്ലാസ് ഇരുന്നിരിക്കണം. സോ വാട്ട് വി ആർ ടീച്ചിങ് ദം, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഈ കുഞ്ഞു മക്കൾക്ക് ആഖിറത്ത് എന്താണെന്നോ ജന്ന എന്താണെന്നോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്കറിയാം ഈ ഖുർആൻ ലൈഫിൽ ഇല്ലാണ്ട് വേറൊരിതില്ല, അല്ലെങ്കിൽ ഈ ഖുർആൻ വെച്ചിട്ടൊന്നും കളിക്കാൻ കഴിയില്ല, ബാക്കി ഒന്നും എനിക്ക് കോംപ്രമൈസ് ചെയ്യാം. എൻ്റെ ഉമ്മ സ്കൂൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നും എന്നെ പറയില്ല, പക്ഷേ ഈ ഖുർആൻ്റെ കാര്യത്തിൽ ദർ ഇസ് നോ കോംപ്രമൈസ്. ആ ഒരു മെസ്സേജാണ് നമ്മൾ ഈ മക്കൾക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അൽഹംദുലില്ലാഹ്. ഇത് ഞാൻ വെറും ഒരു സയൻറ്റിഫിക് ഫാക്ട് പറയല്ല, ദിസ് ഇസ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വാപ്പയും ഉമ്മയും 1st standard 2nd standard ടോപ്പ് ഗ്രേഡ് കിട്ടുമ്പോൾ ചോക്ലേറ്റും പിസ്സയാണ് വാങ്ങിത്തരുന്നതെങ്കിൽ 3rd standard ഖുർആൻ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടുമ്പോൾ വാപ്പയും ഉമ്മയും സ്വർണ്ണത്തിൻ്റെ മോതിരവളയാണ് വാങ്ങിത്തന്നത്. ഖുർആൻ കാറിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാ വണ്ടിയിലും പാട്ടായിരുന്നെങ്കിൽ ഫാദർ വണ്ടിയിൽ എപ്പോഴും സൂറ ബഖറയായിരുന്നു പ്ലേ ചെയ്തിരുന്നത്. എക്സിബിഷൻസ് എക്സ്പോസ് നടക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോയി ഒരുപാട് കാസറ്റ്സ്, കുറേ കൊല്ലം മുമ്പാണ് 6 cassettes ഡിഫറെൻറ്റ് കാരിയേഴ്സിൻ്റെ കാസറ്റ്സ് കേൾപ്പിച്ച് തന്നിട്ട് ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നമ്മളെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിച്ച് അത് പ്ലേ ചെയ്തിരുന്നത്. ഇങ്ങനെ കുഞ്ഞി കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ടാവില്ല. എസ്പെഷ്യലി ചില സമയത്ത് വാപ്പ ഫ്രൈഡേ മോർണിംഗ് എണീച്ച് ഖുർആൻ ഒച്ചത്തിൽ വെക്കും. ഒബ്വിയസ്ലി നമ്മൾ മക്കൾക്ക് അത് ഉറങ്ങുന്ന സമയം ഇഷ്ടമായിരുന്നില്ല, അസ്തഗ്ഫിറുല്ലാഹ്. ബട്ട് ആസ് ചിൽഡ്രൻ ഇൻ ആ ചൈൽഡ്ഹുഡ് നമുക്കത് ഇഷ്ടമുണ്ടായിട്ടില്ല. ബട്ട് ലേറ്റർ ഓൺ 18 വയസ്സിന് ശേഷം ഞാൻ ജനിച്ചു വളർന്ന മരുഭൂമി വിട്ട് 10 വർഷത്തോളം പോലും കാണാത്ത ഈ നാട്ടിലേക്ക് പഠിത്തത്തിൻ്റെ പേരിൽ അംബീഷൻ്റെ പേരിൽ ഞാൻ വന്ന് നിന്നപ്പോൾ ഹോസ്റ്റൽ ലൈഫ്, എൻട്രൻസ് കോച്ചിങ് എന്ന ആ സ്ട്രെസ്സിനിടയിൽ നിൽക്കുമ്പോൾ ഖുർആൻ ഒരു കമ്പാനിയനായി നിന്നിട്ടുണ്ട്. കോളേജിൽ കയറി ക്രിസ്മസ് ഓണം സെലിബ്രേഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഖുർആൻ തന്നൊരു ശക്തിയുണ്ട്. വേണ്ട, 3ാമത്തെ മോൻ ജനിച്ചപ്പോൾ ആദ്യം ഒന്ന് കരഞ്ഞ് പിന്നെ ശ്വാസം തടഞ്ഞ് വെന്റിലേറ്ററിലായി ICUവിൽ പോയി 5 ദിവസം കടന്നപ്പോൾ ഖുർആൻ കൂടെ നിന്ന ഒരു സമയമുണ്ട്. അൽഹംദുലില്ലാഹ്. ആ സമയത്തൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ വാപ്പയും ഉമ്മയും എനിക്ക് ആ ചെറുപ്പത്തിൽ എൻ്റെ ചുറ്റുവട്ടത്ത് ഖുർആൻ വെച്ചില്ലായിരുന്നെങ്കിൽ would I be able to turn to Quran at this point?
എൻ്റെ ലൈഫിൽ എനിക്ക് ഫേസ് ചെയ്ത ലോവസ്റ്റ് പോയിന്റ്സ് വെൻ ഐ വാസ് എ ടീനേജർ, വെൻ ഐ വാസ് ഇൻ മൈ 20s, വെൻ ഐ വാസ് ഇൻ മൈ 30s, ആ ഒരു സമയത്ത് എനിക്ക് ആ സഫർ ചെയ്ത സമയത്ത് എൻ്റെ വാപ്പി അമ്മ എനിക്ക് ആ ചെറുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബ്ലെസ് ചെയ്തു ടു ഇൻട്രൊഡ്യൂസ് ഖുർആൻ ഇൻ മൈ ലൈഫ് ഇൻ ആൻഡ് അറൗണ്ട് മീ. എൻ്റെ ചുറ്റടുത്ത് ഖുർആൻ ഉണ്ടാവാൻ അതില്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല ആ ഒരു സമയത്ത് ഞാൻ ഖുർആനിലേക്ക് പോകുമായിരുന്നു എന്ന് ഐ ഡു നോട്ട് നോ. ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് അല്ല, നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ബിഫോർ ഐ എൻഡ്, ഒറ്റ കാര്യം മാത്രം, ലെറ്റ്സ് നോട്ട് സ്റ്റോപ്പ് ഹിയർ. എനിക്ക് പേരൻസിനോട് പറയാനുള്ള ഒറ്റൊരു കാര്യം ഇതാണ്, നമ്മളിവിടെ നിർത്തരുത്. കുട്ടികൾക്ക് എന്ത് വന്നാലും, മെഡിക്കൽ കോളേജ് എൻട്രൻസ്, സ്കൂൾ എക്സാംസ്, ട്യൂഷൻ, ആനുവൽ ഡേ, സ്പോർട്സ് ഡേ, ഫാമിലി ട്രിപ്പ്, ടൂർ, കല്യാണം, നോ മാറ്റർ വാട്ട്, ലെറ്റ്സ് ഹോൾഡ് ഓൺ ടു ഖുർആൻ. എല്ലാ ദിവസവും ഖുർആൻ അവരുടെ ലൈഫിൽ നമ്മൾ പേരൻസ് അവർക്ക് അത് കാണിച്ചു കൊടുക്കുക. നമ്മൾ ഇതിപ്പോൾ രാവിലെ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പേരൻസ്, ടിക്കുള്ള പേരൻസ് ഇന്ന് രാവിലെ അരമണിക്കൂർ മുമ്പ് എണീച്ചിട്ടുണ്ടാവും. ബിക്കോസ് നമുക്ക് ഇന്ന് ജുസ് ലെസൺ ചെയ്യാണ്ടായിരുന്നു ബിഫോർ 11 o'clock. സോ അതുപോലെ മക്കൾക്കും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഖുർആൻ ഈസ് നോ ഡൗട്ട് ദ ബിഗ്ഗസ്റ്റ് ട്രഷർ ദാറ്റ് യു കെൻ ഗിവ് യുവർ ചൈൽഡ്. അതാണ് കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ നിധി, വിച്ച് ഈസ് ഗോയിങ് ടു എൻഷുർ ദ ഫ്യൂച്ചർ ഈ ദുനിയാവിലും ആൻഡ് ആഖിറത്തിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നമ്മുടെ കൺകുളിർമയായിട്ടും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇമാമുകളായിട്ടും വളർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല keep all our children together in the righteous path and may he bless all of us to be together. Ameen. Wa akhir da'wana alhamdulillahi rabbil alamin. Assalamu alaikum wa rahmatullah.